ഞാൻ നിൽക്കുന്നത് അനീഷ് ജോർജിന്റെ വീടിന് മുന്നിലാണ്. ഇതാണ് അനീഷ് ജോർജിന്റെ ഏറ്റുകുടുക്കയിലെ വീട്. ഇവിടെ ഇപ്പോൾ പൊതുദർശനം ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ CPIM-ന്റെ നേതാക്കൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 11 മണിയോടുകൂടി BJP-യുടെ ജില്ലാ പ്രസിഡന്റ് KK വിനോദും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 3 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. സമീപത്തെ ലൂർദ് മാതാ കത്തോലിക്ക പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഈ കുടുംബം ആരോപിക്കുന്ന ഒരു കാര്യം, കുടുംബം പറയുന്ന കാര്യം ജില്ലാ കളക്ടർ റിപ്പോർട്ട് പാടെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതായത് അനീഷ് ജോർജിന് ഈ മാനസികമായ സമ്മർദ്ദമുണ്ടായിരുന്നു, അമിതമായ ജോലിഭാരം ഉണ്ടായിരുന്നു എന്ന് കുടുംബം ഇപ്പോഴും പറയുന്നുണ്ട്. അത് 1065 ഫോമുകളാണ്, എന്യൂമറേഷൻ ഫോമുകളാണ് അനീഷ് ജോർജിന് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നത്. പക്ഷേ അത് പൂർണ്ണമായും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പ്രദേശത്തെ വീടുകളെക്കുറിച്ച് വലിയ ധാരണയൊന്നും അനീഷ് ജോർജിന് ഉണ്ടായിരുന്നില്ല. ജോലി ചെയ്യുന്ന സമയത്തും ഈ പ്രദേശത്ത് അവർ വന്ന് താമസിക്കുന്നതാണ്. അതുകൊണ്ട് കൃത്യമായൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അയൽവാസികൾ ഉൾപ്പെടെ ഈ കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റൊന്ന്, ജില്ലാ കളക്ടറോട് 2 തവണ ജില്ലാ കളക്ടറുടെ മുൻപാകെ എത്തി തന്നെ ഈ ജോലിയിൽ നിന്ന് മാറ്റണമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാൻ ജില്ലാ ഭരണകൂടവും തയ്യാറായില്ല. മാത്രം ഈ ജോലി കൃത്യമായി ചെയ്തു നൽകാൻ വലിയ സമ്മർദ്ദമുണ്ടാക്കി. ഒപ്പം കുട്ടികളെ ഉൾപ്പെടെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു സാഹചര്യം പോലും ഈ ജോർജിന് ഉണ്ടായിരുന്നില്ല, അനീഷ് ജോർജിന് ഉണ്ടായിരുന്നില്ല എന്നും പറയുന്നുണ്ട്. വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. അത് സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ പറഞ്ഞിരുന്നു, വീട്ടുകാരോടും ഉൾപ്പെടെ പറഞ്ഞിരുന്നു. ആ സമയത്ത് രക്ഷിതാക്കൾ ജോലി രാജിവെക്കാൻ ഉൾപ്പെടെ അനീഷ് ജോർജിന് മാർഗനിർദ്ദേശം നൽകിയതാണ്. പക്ഷേ അതിനിടയ്ക്ക് ഇന്നലെ ഈ ആത്മഹത്യ സംഭവിച്ചു. ഇന്നിപ്പോൾ 3 മണിയോടുകൂടിയാണ് പൊതുദർശന ചടങ്ങുകൾ നടക്കുക. അനീഷ് ജോർജാണ് കരിവെള്ളൂർ അരുൺ പാറക്കലാണ് അനീഷ് ജോർജിൻ്റെ ഏറ്റുകൊടുക്കലെ വസതിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്ന്. അനീഷ് ജോർജിൻ്റെ ആത്മഹത്യയിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ അത് അനുഭവിക്കേണ്ടി വന്നു എന്ന കാര്യം പ്രതിഷേധമായി ഉയരുന്നുണ്ട്. ഇപ്പോൾ അലക്സ് റാം മുഹമ്മദ് കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. അലക്സ്, യഥാർത്ഥത്തിൽ ഈ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി തന്നെ ഉണ്ടോ, കടുത്ത രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്? സംസ്ഥാനത്ത് നവംബർ 4 മുതലാണ് ഈ SIR നടപടികൾ ആരംഭിച്ചത്. SIR നടപടികളുടെ ആദ്യഘട്ടമാണ് എന്യൂമറേഷൻ ഫോം വിതരണവും അത് ഫില്ല് ചെയ്യലും അത് പൂരിപ്പിച്ച് തിരികെ വാങ്ങലും. ഡിസംബർ 4 അത്തരത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ വോട്ടർമാർക്കും എന്യൂമറേഷൻ ഫോം നൽകി അത് തിരികെ വാങ്ങി ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണം. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നടക്കുന്ന ഡിസംബർ 9 ഈ കരട് വോട്ടർ പട്ടിക പ്രഖ്യാപിക്കണം, അല്ലെങ്കിൽ അത് പുറത്തിറക്കണം എന്നുള്ളതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ BLOമാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുമാത്രമല്ല, ഓരോ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് എത്ര എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തു എന്നുള്ള കാര്യം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് സംസ്ഥാന തലത്തിൽ. ഇന്നലത്തെ കണക്കനുസരിച്ച് 95% മുകളിലാണ്. അതുമാത്രമല്ല, ഈ 1 മാസം വരെ കാലാവധി ഉണ്ടായിരുന്നിട്ട് പോലും ആഴ്ചകൾക്കുള്ളിൽ ഇത് തീർക്കണം എന്ന സമ്മർദ്ദം BLOമാർക്ക് മേലുണ്ടായിരുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്തെ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പ്രധാനപ്പെട്ട ആരോപണം. അതിൻ്റെ സമ്മർദ്ദം വളരെ കടുത്തതാണ്. അവർ വീടുകളിലേക്ക് എത്തുമ്പോൾ ഒരുപക്ഷെ വീടുകളിൽ ആളുണ്ടാകില്ല, ഫോം പൂരിപ്പിക്കാൻ ഇവരുടെ സഹായം വേണം. 2002 വോട്ടർ പട്ടിക പലപ്പോഴും പല വോട്ടർമാരുടെ കൈവശവും ഉണ്ടായിരിക്കില്ല. അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഇവർ നേരിട്ടിരുന്നു ഈ ഫോം പൂരിപ്പിക്കുന്നതിന് വേണ്ടി. ഫോം പൂരിപ്പിച്ചതിന് ശേഷം അത് അപ്ലോഡ് ചെയ്യുകയും വേണം. അങ്ങനെ ഒരുപാട് സമയം വേണ്ടി വരുന്നൊരു ജോലിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. 2 ലക്ഷത്തിന് മുകളിൽ 2.5 ലക്ഷത്തിന് മുകളിൽ വരുന്ന സംസ്ഥാനത്തെ BLOമാരിൽ ഏതാണ്ട് 30,000-ന് മുകളിൽ വരുന്ന BLOമാർക്ക് ഈ SIR ഡ്യൂട്ടി കൂടി നിയോഗിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇരട്ടി ജോലിഭാരം ഇവർക്കുണ്ട് എന്നുള്ളതാണ് BLOമാർ ഉന്നയിക്കുന്ന ആരോപണം. അനീഷ് ജോർജിന്റെ മരണം അത് കടുത്ത മാനസിക സമ്മർദ്ദം മൂലവും ജോലി സമ്മർദ്ദം മൂലവുമാണെന്ന് BLOമാർ ആരോപിക്കുന്നു, അവരുടെ സംഘടന ആരോപിക്കുന്നു. ഇത് സംസ്ഥാന വ്യാപകമായി SIR നടപടികളിൽ നിന്ന് വിട്ടുനിന്നുള്ള പണിമുടക്കിലേക്കാണ് BLOമാർ കടന്നിട്ടുള്ളത്. അതുമാത്രമല്ല, ഉച്ചയ്ക്ക് 1 മണിക്ക് അവർ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്ക്, തിരുവനന്തപുരത്തെ ആ ഓഫീസിലേക്ക് അവർ പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട്. അകത്തേക്ക് കയറ്റിവിടാൻ എന്തായാലും പോലീസ് അതിനൊരുക്കമായിരിക്കില്ല, കാരണം നിയമസഭയ്ക്കുള്ളിലാണ് ഈ ഓഫീസ് പ്രവർത്തിക്കുന്നത്. എന്താണെങ്കിലും അതിനു മുമ്പ് തന്നെ ഈ മാർച്ച് തടയാനുള്ള സാധ്യതയുണ്ട്. കളക്ടറേറ്റുകളിലേക്കും ഇത്തരത്തിൽ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് BLOമാർ തീരുമാനിച്ചിരിക്കുന്നത്. അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.